പെത്രാന് വേണ്ടി, വൈദികർക്ക് വേണ്ടി, സന്യസ്തർക്ക് വേണ്ടി, ഈ ധ്യാനത്തിനുവേണ്ടി അധ്വാനിക്കുന്ന എല്ലാ വോളണ്ടിയേഴ്സിനും ലീഡേഴ്സിനും വേണ്ടി, ഇവിടെ വന്നിരിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും വേണ്ടി പരിശുദ്ധ അമ്മയെ പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി. കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. യെശയ്യായുടെ പുസ്തകം 59-ാം അധ്യായം 1-2 വാക്യങ്ങളെ വായിച്ചുകൊണ്ട് ആകാം. രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കരം കുറുകിപ്പോയിട്ടില്ല. ആത്മീയമായിട്ടും ഭൗതികമായിട്ടുമുള്ള എല്ലാ രക്ഷയും എനിക്കും നിങ്ങൾക്കും നൽകാൻ സാധിക്കാത്ത രീതിയിൽ നമ്മുടെ കർത്താവിന്റെ കരം കുറുകിപ്പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കുടുംബത്തിന് പട്ടിണിയാണ്, ഭർത്താവിന് ജോലിയില്ല, മക്കൾക്ക് ജോലിയില്ല. ആ കുടുംബത്തെ സാമ്പത്തികമായിട്ട് ഉയർത്താൻ സാധിക്കാത്ത രീതിയിൽ യേശു കർത്താവിന്റെ കരങ്ങളെ കുറുകിപ്പോയിട്ടില്ല. പെങ്കൊച്ചിന് വയസ്സ് 30 കല്യാണമൊന്നും നടന്നില്ല. ഒരു കല്യാണം നടന്നിരുന്നെങ്കിൽ രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കരം കുറുകിപ്പോയിട്ടില്ല. മകൻ ഗൾഫിന് പോയിരിക്കുക, ജോലിയൊന്നും ആയില്ല. തമ്പുരാനെ, ഒരു ജോലി ആയിരുന്നെങ്കിൽ. കർത്താവ് അരുളി ചെയ്യുന്നത്, രക്ഷിക്കാൻ കഴിയാത്ത വിധം നമ്മുടെ കർത്താവിന്റെ കരം കുറുകിപ്പോയിട്ടില്ല. താഴെ കേൾക്കാനാവാത്ത വിധം കർത്താവിന്റെ കാതുകൾ അടഞ്ഞും പോയിട്ടില്ല. ചേട്ടനൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവ് ഈ കാര്യം ഒന്ന് പരിഗണിക്കണേ, അല്ലെങ്കിൽ എന്റെ കൊച്ചിന് ഇന്ന രോഗമൊന്ന് മാറ്റിത്തരണേ. കർത്താവ് പറയുന്നു, നിങ്ങളുടെ പ്രാർത്ഥനകള് കേൾക്കാൻ സാധിക്കാത്ത രീതിയിൽ നമ്മുടെ കർത്താവിന്റെ കാതുകൾ അടഞ്ഞുപോയിട്ടില്ല. പിന്നെന്താ കുഴപ്പം? നിന്റെ അകൃത്യങ്ങളെ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. യെശയ്യാ വഴി കർത്താവ് പറയുന്നത്, മനുഷ്യ, നിന്റെ പാപങ്ങൾ, നിന്റെ ചെറുതും വലുതുമായ പാപങ്ങളെ മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. അതുകൊണ്ട് ദൈവമായ കർത്താവ് നിന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. അപ്പൊ എന്തു വേണം? കർത്താവിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഈ ധ്യാനം വഴിയും തുടർന്നും നമ്മുടെ ജീവിതത്തിൽ വേണമെങ്കിൽ അത് ആത്മീയ തലത്തിൽ ആരംഭിക്കണം. അതുകൊണ്ടാണ് മലയിലെ പ്രസംഗത്തില് യേശുനാഥൻ വിളിച്ചു പറഞ്ഞത്, മാനവരാശിയോടെ ദൈവരാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം ലഭിക്കും എന്ന് പറഞ്ഞാൽ, ഞാനും നിങ്ങളും അനുഗ്രഹത്തിന് വേണ്ടി ധ്യാനം ആരംഭിക്കുന്നത് നമ്മുടെ അകൃത്യങ്ങളെ, ചെറുതുമതുമായ പാപങ്ങളെ നമ്മിൽ നീക്കിക്കളഞ്ഞുകൊണ്ട്, പശ്ചാത്തപിച്ച് പിന്തിരിഞ്ഞുകൊണ്ട് ധ്യാനിക്കുകയാണെങ്കിൽ യേശു കർത്താവ് നമ്മളെ തൊടും. അവിടുന്ന് നമ്മുടെ പ്രാർത്ഥനകളെ, നമ്മുടെ യാചനകളെ സ്വീകരിക്കും, അത്ഭുതം പ്രവർത്തിക്കും. അതുകൊണ്ട് ആത്മീയ തലത്തിൽ പാപത്തെ നീക്കിക്കൊണ്ട് ധ്യാനം ആരംഭിക്കണമെന്ന് യെശയ്യാ വഴി കർത്താവ് പറയുകയാണ്. നമുക്ക് പാപത്തെ നീക്കിക്കൊണ്ട് ധ്യാനം ആരംഭിക്കാം. കൈ ഉയർത്തുക, കർത്താവിന് മുമ്പിൽ തീരുമാനമെടുത്തിട്ട് വാക്കാര്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുനാഥ, അങ്ങയുടെ വഴികൾ ഞങ്ങളെ പഠിപ്പിക്കണമേ, അങ്ങയുടെ വഴികൾ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഈ ധ്യാനം വഴി അനുഗ്രഹങ്ങള് നേടുവാൻ പാപത്തോട് വിട പറയണമെന്ന അങ്ങയുടെ വഴികൾ വീണ്ടും വീണ്ടും ഞങ്ങൾ ഉറപ്പിക്കണമേ. നാഥ, ഈ വചനങ്ങള് സ്വീകരിച്ചുകൊണ്ട് ധ്യാനിക്കുന്ന എല്ലാവരെയും, അവരുടെ കുടുംബങ്ങളെയും ചുറ്റുപാടുകളെയും നവീകരിക്കണമേ. സാമ്പത്തികമായിട്ട്
അവരെ ഉയർത്തണമേ. ആ കുടുംബങ്ങളുടെ കണ്ണീരല്ല യേശുനാഥ അങ്ങയുടെ നാമത്തിൽ, അങ്ങയുടെ വലിയ നാമത്തിൽ തുടച്ചു മാറ്റണമേ. ഹല്ലേലൂയ. ചില ആൾക്കാർ പറയും, ഓ എനിക്കെന്നാ അകൃത്യമിരിക്കുന്നു. യോഹന്നാന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 8-ാം വാക്യം പറയുന്നു, ഈ ലേഖനം യോഹന്നാൻ ശ്ലീഹ എഴുതിയത് ആദിമ ക്രിസ്ത്യാനിക്ക എന്ന് പറഞ്ഞാൽ അപ്പസ്തോലന്മാരിൽ നിന്നോ അവരധികാരപ്പെടുത്തിയവരിൽ നിന്നോ സ്നാനമേറ്റ ആദിമ ക്രിസ്ത്യാനിയോട് പറയുന്നു, നമുക്ക് യോഹന്നാനെ കൂടെ കൂട്ടിയ നമുക്ക് പാപമില്ലെന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാ. യോഹന്നാൻ സംസാരിച്ചത് പരിശുദ്ധാത്മാവിൽ തന്നെ കൂടെ കൂട്ടിയ നമുക്ക് കുറവില്ലെന്ന് പാപമില്ലെന്ന് ഞാനും നിങ്ങളും പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാണ്, നമ്മെ തന്നെ വഞ്ചിക്കുകയാണ്. അപ്പോൾ നമ്മിൽ സത്യമില്ലെന്ന് വരും എന്ന് പറഞ്ഞാൽ ദൈവമില്ലാത്തവരാണ്, മനസാക്ഷിയില്ലാത്തവരാണ്, ദൈവത്തിന്റെ സ്നേഹത്തിന് മനസാക്ഷി കിട്ടാത്തവരാണ് എനിക്കൊരു കുറവുമില്ല എന്ന് പറയുന്നതെന്ന് യോഹന്നാൻ ശ്ലീഹ പറഞ്ഞു. അതുകൊണ്ട് സങ്കീർത്തന പുസ്തകം 53:2 പറയുന്നു, ദൈവമായ കർത്താവ് സ്വർഗത്തിലിരുന്നു കൊണ്ട് എന്നെയും നിങ്ങളെയും നോക്കുന്നു. അവിടുന്ന് പറയുന്നു, എന്റെ കൺമുമ്പിൽ നീതിമാനായി പാപമില്ലാത്തവരായി ആരെയും ഞാൻ കാണുന്നില്ല. സ്വർഗം എഴുതി വച്ചിരിക്കുക, നീതിമാനായി ആരുമില്ല, ഒരുവൻ പോലുമില്ല, എല്ലാവരും പാപികൾ. എങ്ങനാ ദൈവം നോക്കുന്നു പറയാൻ ചേടുത്തി? ഒരിക്കല് ഒരു ചേടുത്തി, മഹാപാപിയായ ഒരു ചേടുത്തി കേട്ടു, യേശു കർത്താവ് ശിമിയോൻ എന്ന പരിസേയന്റെ ഭൂമേടയിലുണ്ട്, അവക്ക് ഈശോയെ ഒന്ന് കാണണം. അവള് ശിമിയോന്റെ കൊട്ടാരത്തിലേക്ക് വരിക. അവൾ ആരെയും ഗമനിക്കുന്നില്ല. ധൃതിയിൽ അവൾ നടന്ന് യേശുനാഥന്റെ രക്ഷകന്റെ പാദാന്തിയിരുന്നു. അവളങ്ങോട്ട് കരയാൻ തുടങ്ങി, നിരവധിയായ പാപമോർത്ത് കരയാൻ തുടങ്ങി. തലമുടി കൊണ്ട് ആ കണ്ണുനീര് തുടച്ചു. എന്നിട്ട് പാപം ചെയ്തുണ്ടാക്കിയ പണം കൊണ്ട് അവള് തൈലം വാങ്ങിച്ച്, എനിക്ക് ഈ പണം വേണ്ടിനിയും പാപത്തിന്റെ ഫലം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവൾ സുഗന്ധതൈലം യേശുവിന്റെ കാലിൽ പൂശുകയാണ്. ഇത്രയും സംഭവിച്ചു കഴിഞ്ഞപ്പോ വലിയ പുണ്യാളനായിട്ട് ജീവിച്ചിരുന്ന പരിസേയനായ ശിമിയോൻ മനസ്സിലെ ഇങ്ങനും ചിന്തിച്ചു, ഉറക്കെ പറഞ്ഞില്ല മനസ്സിൽ, ഇവനൊരു പ്രവാചകനായിരുന്നെങ്കിൽ ഇവനെ തൊടുന്ന സ്ത്രീ ആരാണെന്ന് മനസ്സിലാക്കിയേനെ. മനസ്സിൽ പറഞ്ഞുള്ളൂ. ബൈബിൾ പറയുന്നു, ശിമയോൻ മനസ്സിൽ മന്ത്രിച്ചത് നമ്മുടെ കർത്താവായ ഈശോ കേട്ടു. ദൈവജനമേ, ഹൃദയത്തിൽ മന്ത്രിക്കുന്നത്, മുറിക്കുള്ളിൽ ചെയ്തത്, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത്, നമ്മുടെ പ്ലാനുകള്, പദ്ധതികള്, ആലോചനകള് എല്ലാം അറിയുന്ന കർത്താവ്. സങ്കീർത്തന പുസ്തകം പറയുന്നു, നീതിമാനായി ആരുമില്ല, ഒരുവൻ പോലുമില്ല, എല്ലാവരും ദൈവത്തിന്റെ മുമ്പില്, ദൈവസ്നേഹത്തിന്റെ മുമ്പില് കുറവുള്ളവരാണെന്ന് വ്യക്തമായിട്ട് എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ധ്യാനത്തിന്റെ പ്രാരംഭത്തില് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എനിക്കും നിങ്ങൾക്കും കുറവുണ്ട്. ഞാൻ പാപിയാണെന്ന് പറയുമ്പോൾ ചില മനുഷ്യരുടെ മനസ്സിൽ വരുന്നത് ജഡികഭാവമാണ്. ജഡികഭാവം പാപമാണ്. എന്നാൽ അത് മാത്രമല്ല പാപം. അഹങ്കാരം 1-ാം നമ്പർ പാവമാണ്. സ്വാർത്ഥത 1-ാം നമ്പർ പാവമാണ്. പരദൂഷണം 1-ാം നമ്പർ പാവമാണ്. അഹങ്കാരം 1-ാം നമ്പർ പാവമാണ്. ആ ദൈവം പറയുന്നു, എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കുറവുണ്ട്. ഇത് നീക്കിക്കളയുകയാണെങ്കിൽ, പശ്ചാത്തപിക്കുകയാണെങ്കിൽ ദൈവാനുഗ്രഹം ഇറങ്ങി വരും. കൈയോർത്തുക. പശ്ചാത്തപിക്കാനും അത് അംഗീകരിക്കാൻ നമുക്ക് തീരുമാനിക്കാം. കർത്താവേ കരുണയായിരിക്കണമേ, കർത്താവേ ഞങ്ങളോട് കരുണയായിരിക്കണമേ, ഈ ദേശത്തോട് കരുണയായിരിക്കണമേ. ഞങ്ങളെ കാണുവാൻ, കുറവ് അംഗീകരിക്കുവാൻ,
പശ്ചാത്തപിക്കുവാൻ, ഏറ്റുപറയുവാൻ യേശുനാഥ ഞങ്ങളെല്ലാവരെയും പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. കർത്താവേ, കർത്താവേ, അങ്ങാണുത്തരം, അങ്ങല്ലാതെ മറ്റൊരു രക്ഷകൻ ഞങ്ങൾക്കില്ല. ആകാശത്തിന് കീഴ് മനുഷ്യരുടെയിൽ രക്ഷയ്ക്ക് വേണ്ടി യേശുനാഥ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. യേശുവേ, അങ്ങാണ് ഏക രക്ഷകൻ, ഏക കർത്താവ്, ഏക ദൈവം. നാഥ, പിന്തിരിയുവാൻ, ഞങ്ങളെ കാണുവാൻ, പശ്ചാത്തപിക്കുവാൻ സഹായിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി നമ്മൾ കാണുന്നത് എന്തൊക്കെയാണ് എന്റെ കുറവുകള് എന്ന് ബൈബിൾ സംസാരിക്കുമ്പോൾ കുറവുണ്ടെങ്കിൽ നമുക്ക് അംഗീകരിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത വചനം കേൾക്കാനായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങുകയും ചെയ്യാം. ആദ്യമായിട്ട് വായിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 18-ാം വാക്യമാണ്. അതിൽ എന്തെങ്കിലും കുറവ് നമുക്കുണ്ടെങ്കിൽ പശ്ചാത്തപിക്കണം, തിരുത്തണം, കുമ്പസാരിക്കുമ്പോൾ ഏറ്റുപറയണം. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. നമ്മൾ വായിച്ചത് 2000 വർഷങ്ങൾക്ക് മുമ്പ് രക്ഷകൻ വന്നു, മരിച്ചുയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു, പിതാവിന്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. അടുത്ത ഭാഗം, വിശ്വസിക്കാത്തവനോ അവനെ കേട്ടിട്ട്, കേൾക്കാൻ ഭാഗ്യം ലഭിച്ചിട്ട്, അതിനുള്ള ഭാഗ്യം കർത്താവ് തന്നിട്ട് വിശ്വസിക്കാത്തവനോ ദൈവത്തിന്റെ ഏകജാതന നാമത്തിൽ വിശ്വസിക്കായിക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പൊ ചെല്ലി ചോദിക്കും, റഷ്യയിലും ചൈനയിലും ഒക്കെ ഉള്ളവരുടെ കാര്യം എങ്ങനെ ഈ ബൈബിള് പഠിപ്പിക്കുന്നത്? സഭയ്ക്ക് പുറത്തുള്ളവരെ വിധിക്കുവാൻ എനിക്ക് നിങ്ങൾക്ക് അവകാശമില്ല. എന്നാൽ ഈ മൈക്കിലൂടെയെങ്കിലും യേശുവിനെ കേൾക്കുവാൻ ഭാഗ്യം ലഭിക്കുന്ന എല്ലാവരോടും എന്താണ്, യേശുവിനെ കേൾക്കുന്നതിന് ഭാഗ്യം ലഭിച്ചിട്ട് അതിന് അവസരം ദൈവം തന്നിട്ട് അവനെ രക്ഷകനായി ദൈവമായി അംഗീകരിക്കുവാൻ അംഗീകരിക്കുന്നില്ലെങ്കിൽ അവർ ശിക്ഷയിലാണ്. എന്ത് ശിക്ഷ? രക്ഷകനെ കേൾക്കുവാൻ ഭാഗ്യം ലഭിച്ചിട്ട്, സ്വീകരിക്കുന്ന അവസരം ലഭിച്ചിട്ട് അത് തള്ളിക്കളയുന്ന പാപത്തിലാണ് അവർ കഴിയുന്നത്. എന്നാൽ ഭാഗ്യം ലഭിക്കാത്തവരുടെ കാര്യം ദൈവം നോക്കിക്കൊള്ളും. പൗലോസ് പറയുന്നത്, സഭയ്ക്ക് പുറത്തുള്ളവരെ വിധിക്കുവാൻ നമുക്ക് അവകാശമില്ല. നമ്മുടെ ദൈവം കല്ലും മരവുമല്ല, ജീവനുള്ള ദൈവമാണ്. അവിടുന്ന് അവരുടെ ഹൃദയം കണ്ട് അവരെ വിധിച്ചുകൊള്ളും, നമ്മൾ അവരെ നോക്കണ്ട. എന്നാൽ കത്തോലിക്കരെ, യേശുവിനെ കേൾക്കുവാൻ ഭാഗ്യം ലഭിച്ചവരെ ബൈബിള് പറയുന്നു, നാം നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ യേശുവിനെ കേട്ടിട്ട് യേശുവിനെ നാഥനായി, രക്ഷകനായി, കർത്താവായി, ദൈവമായി അംഗീകരിച്ച് വിശ്വാസജീവിതം നയിക്കുന്നില്ലെങ്കിൽ ബൈബിള് പറയുന്നു നാം ശിക്ഷയിലായിരുന്നു. ആ പാപം കൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നില്ലായിരുന്നു. ആ പാപമില്ല. നമ്മൾ സ്വീകരിക്കാൻ മടിച്ചെങ്കിൽ, സ്വീകരിക്കാതെ ജീവിച്ചെങ്കിൽ, ഇതാ രക്ഷയുടെ നിമിഷങ്ങൾ. പശ്ചാത്തപിക്കുക. ഇന്നു മുതൽ യേശുവാണ് രക്ഷകൻ, യേശുവാണ് എന്റെ ദൈവം. ഞാൻ അവനെ സ്വീകരിച്ച് അവനെ അനുഗമിച്ച് ജീവിക്കും തീരുമാനിക്കുക. കർത്താവ് പറയുന്നു, രക്ഷിക്കാൻ കഴിയാത്ത വിധം എന്റെ കരം കുറുകിയിട്ടില്ല. കേൾക്കാൻ സാധിക്കാത്ത രീതിയിൽ നമ്മുടെ കർത്താവിന്റെ കാതുകൾ അടഞ്ഞുപോയിട്ടില്ല. കർത്താവിനെ സ്തുതിക്കുക, സ്തുതിക്കുക. യേശുവെന്ന വലിയ നാമത്തിൽ ദുഷ്ടന്റെ എല്ലാ സാന്നിധ്യവും ബന്ധിക്കപ്പെടട്ടെ. യേശുവെന്ന വലിയ നാമത്തിൽ സാത്താന്റെ കോട്ടകൾ തകരട്ടെ. യേശുവെന്ന വലിയ നാമത്തിൽ ഈ ദിവസങ്ങളിൽ അന്ധകാര ശക്തികൾ ബന്ധിക്കപ്പെടട്ടെ. തിന്മ വിട്ടുപോകട്ടെ. സാത്താന്റെ കോട്ടകൾ തകരട്ടെ. എല്ലാ വീടുകളിൽ നിന്നും യേശുവിനെ സ്വീകരിക്കുന്ന എല്ലാ വ്യക്തികളിൽ നിന്നും, അവരുടെ ഭവനങ്ങളിൽ നിന്നും എല്ലാ തിന്മയും നീങ്ങിപ്പോകട്ടെ. എല്ലാ രോഗവും മാറിപ്പോകട്ടെ. നിരാശ മാറിപ്പോകട്ടെ. തകർച്ച മാറിപ്പോകട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം.